ഹായ് ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആത്മവിശ്വാസത്തെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പേർക്ക് ഇല്ലാത്തതെന്നല്ല, ഉണ്ടായിട്ടും അത് യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കാരണം യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ശ്രമത്തിനിടയിൽ നമ്മുടെ ആത്മവിശ്വാസം എവിടെയോ ചോർന്നു പോകുന്നൊരവസ്ഥ നമുക്ക് കാണാം. ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ടൊരു സ്റ്റോറി പറഞ്ഞുതരാം. അതായത് ഒരു കാട്ടിൽ ഒരു പുലിയും ഒരു കഴുതയും തമ്മിൽ ഒരു വാക്ക് തർക്കം നടക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, പുലി പറഞ്ഞു പുല്ലിൻ്റെ കളറ് പച്ചയാണെന്ന്. അപ്പോൾ കഴുത പറഞ്ഞു ഇല്ല, പുല്ലിൻ്റെ കളറ് നീലയാണെന്ന്. അപ്പോൾ പുലി കഴുതയെ പറഞ്ഞ് പലതവണ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കഴുത അത് ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ വലിയ വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിംഹരാജാവ് ഇത് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിംഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വഷളാവുന്നു എന്ന് മനസ്സിലാവുമ്പോൾ സിംഹം ഇവരെ രണ്ടുപേരെയും സദസ്സിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിക്കും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും. അപ്പോൾ പുലി പറയും പുല്ലിൻ്റെ കളർ പച്ചയെന്ന് പറഞ്ഞതൊക്കെ കഴുത മനസ്സിലാക്കുന്നില്ല എന്ന്. അപ്പോഴേക്കും സിംഹം പറഞ്ഞു അപ്പോൾ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ കഴുതയെന്ന് ചോദിച്ചപ്പോൾ കഴുത പറഞ്ഞ് ഞാൻ പറഞ്ഞ് നീല കളറാണെന്ന് പറഞ്ഞതിനൊക്കെ വിശ്വസിക്കാതെ എൻ്റെ അടുത്ത് തർക്കിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കഴുത പറഞ്ഞു. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു ഇതിന് നമുക്കൊരു തീർപ്പ് ഇപ്പം തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ഇതിന് വേണ്ടുന്ന ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞു സിംഹരാജാവ്. അപ്പോൾ പുലി വിചാരിച്ച് ഓഫ് കോഴ്സ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ കഴുതേനെ ആയിരിക്കും ശിക്ഷിക്കുന്നതെന്ന്. പുലിയെയാണ് ശിക്ഷിക്കുന്നത്. അപ്പം പുലിക്ക് വേണ്ടി ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന കഴുത സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് തിരിച്ചു പോയി. കാരണം പുലിയുടെ ഭാഗം ജയിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ തിരിച്ചു പോയി കഴിയുമ്പോൾ പുലി അവിടെ തന്നെ നിന്നുകൊണ്ട് സിംഹരാജാവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത്, അങ്ങ് തെറ്റ് അവൻ്റെ ഭാഗത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഒരു കഴുതയോട് മത്സരിക്കാൻ പോയി തർക്കിക്കാൻ പോയതുകൊണ്ടാണ് നിന്നെ ശിക്ഷിക്കുന്നത്, അല്ലാതെ നീ പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടല്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മോറൽ ആയിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നമുക്ക് ഒരാളെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞ് നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നീട് ദോഷമായിട്ട് വരും. അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കരുത്. നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുക, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് അതിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കുള്ളിൽ മനസ്സിലാവും നമ്മുടെ ജോലികൾ മുഴുകിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ ഒരു വേ ഉണ്ട്, നമ്മുടേതായ ഒരു ചിന്താഗതിയുണ്ട്, നമ്മുടേതായ രീതികളുണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ നമ്മളേക്കിപ്പം ഒരുപാട് പേര് നമ്മളെ പറഞ്ഞ് തകർക്കാനും ഒക്കെ കാണും. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടേതായ ഒരു ഡിസിഷൻ എപ്പോഴും നമുക്കുള്ളിലുണ്ടായിരിക്കണം. അതായത് ഇപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുകയാണ്, ആ തീരുമാനം ചിലപ്പം ചുറ്റുമുള്ളവരെല്ലാം അതും ഇതും പറഞ്ഞിങ്ങനെ കുറച്ച് ഭാഗം ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, കുറച്ച് പേര് നമ്മളെ ഇഗ്നോർ ചെയ്ത് സംസാരിക്കും. അങ്ങനെ പല സംഭവങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലെ ഡിസിഷൻ എന്താണോ, എനിക്കെന്താണോ വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ശരി എന്താണോ അതിൽ നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് എപ്പോഴും നമ്മൾ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിലൊക്കെ ഇപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ലൈഫിലും ഉണ്ടാകും. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം കൂടുതൽ സന്തോഷിക്കുകയും നമുക്കൊരു ഡൗൺ വരുമ്പോൾ അവരെല്ലാം രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുതരം ഒരു സാഹചര്യം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരും. ഇപ്പം നിങ്ങളുള്ളത് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മൾക്കെപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്നാൽ മാത്രമേ നാളെ നമ്മളൊരു നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ അന്ന് അവൻ എടുത്ത തീരുമാനമായിരുന്നു ശരി എന്ന് പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറയും, അവന് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഇപ്പം ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. നമ്മുടെ കുറ്റങ്ങളായിരിക്കും അവരിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല സമയത്തുള്ളവരെല്ലാം തന്നെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ഏറ്റവും വലിയൊരു തെറ്റായിട്ട് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അതൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പം നമ്മൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെച്ചോണ്ട് നമ്മൾക്കൊരു ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ ചുറ്റുമുള്ള ഈ ചിരിക്കുന്ന മുഖങ്ങളൊക്കെ മാറി നമുക്കവിടെ ചിരിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഇപ്പോൾ ആരും ആശ്വസിപ്പിക്കുന്നതിൽ പോലും നമ്മൾ നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളെ ലൈഫിൽ നമുക്ക് പണമില്ലെങ്കിലും പദവിയില്ലെങ്കിലും സന്തോഷമില്ലെങ്കിലും എല്ലാം നമുക്ക് കൂടെ ഉള്ളത് ആത്മവിശ്വാസം മാത്രമാണ്. എവിടെയോ ഒരു തിരുനാളം നിങ്ങൾക്ക് വേണ്ടി എരിയുന്നുണ്ട്, ഉറപ്പായിട്ടും ആ ഒരു വഴിയിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരും. എത്ര ഇരുട്ടാണെങ്കിലും ദൈവം ഒരു വെളിച്ചം നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങൾക്ക് ഒരു ദൈവം നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന പോലെ ആരെങ്കിലും കൊണ്ട് എത്തിച്ചു തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ എത്താവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ അതിന് താഴെയുള്ള പടികളിലെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ.
എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ് എന്നാണ്. അതായത് ഓരോ പരാജയവും ഒരു വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് നമ്മൾ കാണാവുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് റിസൾട്ടൊക്കെ വന്ന് തകർന്നു നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് പരീക്ഷയ്ക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്കോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റത്തില്ല, അത് നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഒന്ന് ഉറച്ചു നിന്ന് അത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ 10 തവണ എഴുതിയാലും 5 തവണ എഴുതിയാലും ഇതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസം പോലെയാണ് അതിൻ്റെ വിജയവും പരാജയവും. അപ്പം മറ്റുള്ളവർ നമ്മളെ കളിയാക്കും, നമ്മളെ ഭയങ്കരമായിട്ട് പുച്ഛിക്കും, നമ്മളെ തള്ളിക്കളയും, നമ്മളെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷേ അതൊന്നും കേട്ടതായിട്ട് പറയാൻ നമ്മളുടെ ഫോക്കസ് എന്താണോ അതിലേക്ക് നമുക്ക് വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിജയമന്ത്രം മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക. ചുറ്റുമുള്ളവർ പറയുന്നതിനെ ഒരു നോയ്സായിട്ട് കണ്ട് അതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ വിജയ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷങ്ങളെക്കാളും നമ്മളുടെ പരാജയ സമയത്ത് ഉണ്ടാകുന്ന പാഠങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഉപകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിടത്ത് ഡൗൺ ആയി തകർന്നാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനി അടുത്തത് നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തുടക്കമായിട്ട് മാത്രമേ അതിനെ കാണാവുള്ളൂ. കാരണം ഒരാളുടെ വിജയത്തിൽ അത്ര പാഠങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷേ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാജയത്തിൽ നിങ്ങൾ പഠിച്ച ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടായിരിക്കും നിങ്ങൾ ആ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വീഴ്ചകളിൽ നിന്നാണ് നമ്മളെപ്പോഴും പഠിക്കുന്നത്. നമ്മൾ വീണ് നടക്കാൻ പഠിച്ചവരാണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പല കാര്യങ്ങളും പഠിക്കുന്നതും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ കാണും, അല്ലെങ്കിൽ ഇന്നവർ കാണും, അല്ലെങ്കിൽ ഫാമിലി കാണും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മുടെ കൂടെ ഇന്ന ആൾ കാണും ലാസ്റ്റ് ടൈം വരെ, അങ്ങനെ ഒരു ലോങ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല. എല്ലാം നമുക്കൊരു ടെമ്പററി ടൈമിലേക്ക് മാത്രം, നമുക്കൊരു കുറച്ച് ടൈമിലേക്ക് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണെല്ലാം. ആ ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം മാറി തുടങ്ങും. അപ്പോൾ നമ്മൾ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ ചിലപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ ടൈമിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നും അവർക്കും കാണത്തില്ല. ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകേണ്ടി വന്നേക്കാം. അപ്പോഴും നമുക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ പറയും. ഇപ്പം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമൊന്നുമല്ല. പക്ഷേ എങ്കിലും നമുക്ക് ഇമോഷണലി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും അമിതമായിട്ട് അവർ നമ്മുടെ കൂടെ കാണും എന്നൊരിക്കലും ചിന്തിച്ച് മുന്നോട്ട് പോകാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൽ. പിന്നെ നിങ്ങളുടെ കമൻസും ഇതൊക്കെ നിങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പിന്നെയും കാണാം. ഓക്കെ, താങ്ക് യു.